നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലമായി പതിവിൽ നിന്ന് വിപരീതമായി മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ അദ്ദേഹം സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയാണ്. പൊതുമരാമത്ത് മന്ത്രിയെ ആരാണെന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. മുഖ്യന്റെ മരുമകനാണ്. അടുത്ത മുഖ്യമന്ത്രി പദം ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന കക്ഷിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം. എന്തിനാണ് പൊതുമരാമത്ത് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് ഇങ്ങനെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ചിന്തിക്കണം. കാരണം പലതാണ്. ഒന്ന്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജനവികാരം കയ്യിലെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം കരസ്ഥമാക്കുക എന്നതായിരിക്കണം. പക്ഷേ നിലവിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്ത ആനക്കാമ്പോയിൽ കണ്ണാടി മേപ്പാടി തുരങ്കപാത തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. വികസനമാണ് എല്ലാത്തിനും കാരണം, ഇവിടുത്തെ ഇടത് സർക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നടത്തുന്ന CPMന്റെ പദ്ധതിയായിരുന്നു ഇതൊക്കെയെങ്കിൽ പോലും ഇത്തരം പദ്ധതികളൊക്കെ തന്നെയാണ് ഇന്ന് വയനാട്ടിൽ നടന്നതുപോലുള്ള പല പ്രകൃതി ദുരന്തത്തിനും കാരണം എന്ന റിപ്പോർട്ടുകൾ അത് തങ്ങളുടെ സർക്കാരിനെതിരെയുള്ള ഭീഷണിയായി മാറുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ ഇടത് സർക്കാരിനെ അലട്ടുന്നത്. അത് മാറ്റാനാണ് ആ വിഷയം, അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദുരന്തമുഖത്ത് പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ സജീവമാകുക എന്ന ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പൊതുമരാമത്ത് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് വയനാട്ടിലെ ദുരന്തഭൂമിയിലടക്കം അക്ഷീണം പ്രവർത്തിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് എന്നതാണ് ചുരുക്കം. എന്താണെങ്കിലും ആനക്കാമ്പുഴയിൽ കണ്ണാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് തുറന്നടിച്ചുകൊണ്ട് CPI തന്നെ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തുരങ്കപാതയെ സംബന്ധിച്ച് 3 വട്ടമെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും ശാസ്ത്രീയ പഠനം അത്യാവശ്യമാണെന്നും വയനാടിന്റെ ഭൂപ്രകൃതിയെപ്പറ്റി ബോധമുണ്ടാകണമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടപ്പോൾ, ഇടതുമുന്നണി പരാജയപ്പെട്ടപ്പോൾ CPMന്റെ കള്ളത്തരങ്ങളും CPMന്റെ കൊള്ളത്തരങ്ങളും ഒക്കെ തുറന്നടിച്ചുകൊണ്ട് CPI നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം രംഗത്തെത്തിയത് CPMനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് CPMനെയും PA മുഹമ്മദ് റിയാസിനെയും സംബന്ധിച്ച് കൂടുതൽ ബുദ്ധിമുട്ടാക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്തായാലും പാവങ്ങളെ കുരുതി കൊടുക്കാനുള്ള ഒന്നാകരുത് വികസനമെന്നും വികസനത്തിന് സ്ഥായിയായ നിലനിൽപ്പ് വേണമെന്നും അല്ല എങ്കിൽ വികസനത്തിന്റെ പേരിൽ മുടക്കിയിട്ടുള്ള കോടികളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും ഭൂമി സർവ്വസഹായമല്ല എന്നും അതിന്റെ ക്ഷമയ്ക്ക് അതിരുണ്ട് എന്നും പറഞ്ഞ് ബിനോയ് വിശ്വം ഇപ്പോൾ രംഗത്തെത്തുകയാണ്. പശ്ചിമഘട്ട മേഖലയിലെ നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും അനധികൃത നിർമ്മാണങ്ങളും തടയേണ്ടിയിരിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ ദുർബല മേഖലകളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് കാട്ടിക്കൂട്ടുന്നത് ഇടത് സർക്കാരിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള വ്യക്തിയാണെങ്കിൽ പോലും, ഇടതുമുന്നണിയിലെ ആരെങ്കിലും ആണെങ്കിൽ പോലും അതൊന്നും കണക്കിലെടുക്കില്ല എന്നും അതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്നും തുറന്നടിച്ചു തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ചൂരൽമല മുണ്ടക്കായ് ദുരന്തമുഖത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനുഷ്യരുടെ കൈകോർത്ത് പിടിക്കലും ചേർത്തു നിർത്തലുമാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം കാണുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിനെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുരന്തബാധിതരായ എല്ലാവരുടെയും പുനരധിവാസം സാധ്യമാക്കുമെന്നും അതിൽ കായികമായും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ പിന്തുണയും CPI നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.